ഹായ് ഗൈസ്, നമ്മളെ കാലിക്കറ്റ് കരളി തിയേറ്ററിൽ തുടരും എന്ന് പറയുന്ന മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്. തടിമൂർത്തി പറഞ്ഞ പോലെ ഒരു ഫാമിലി ഡ്രാമ ഒരു ലെവലിലേക്ക് അല്ല ഈ ഒരു സിനിമ പോകുന്നത് എന്നാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. ദൃശ്യം പോലെ ഒരു ത്രില്ലർ മൂവിയിലേക്ക് സഞ്ചരിക്കാനുള്ള എല്ലാവിധ സാധ്യതയും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ദൃശ്യം പോലത്തെ ഒരു സിനിമയായി തീരുമെന്ന് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് തരുൺമൂർത്തി ഈ ഒരു സിനിമ ഒരുക്കി വെച്ചിട്ടുള്ളത്. ബിനു പപ്പു ലാലേട്ടനോടൊപ്പം ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടെ ഒരു ഗംഭീര റോളിൽ മറ്റൊരു പോലീസ് ഓഫീസറെയും കാണാൻ വേണ്ടി സാധിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയാൻ അറിയില്ല. അതോടൊപ്പം തന്നെ മണിയമ്പിള്ള രാജു, ശോഭന, ലാലേട്ടൻ്റെ രണ്ട് മക്കള്, ഇവരൊക്കെ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. സ്പോയിലർ എലമെന്റ്സ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു സിനിമയിൽ ലാലേട്ടനെയും അതോടൊപ്പം തന്നെ എല്ലാ താരങ്ങളെയും കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ ഒരു ലാലേട്ടനെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചത്. ദൃശ്യത്തിൻ്റെ ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ലാലേട്ടൻ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് അപാരമായിട്ട് തന്നെയാണ് ലാലേട്ടൻ ഒരു കഥയ്ക്കൊപ്പം പോയിട്ടുള്ളത്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു താരപരിവേഷം കാണിക്കാൻ പറ്റുന്ന ഫൈറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ലെങ്കിലും ഗംഭീരമായിട്ടുള്ള ഒരു ലാലേട്ടനെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ്റെ അയിഞ്ഞാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു റേഞ്ചിലേക്കാണ് ഇൻ്റർവെൽ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. മറ്റൊരു ദൃശ്യം ആയിരിക്കുമോ എന്നുള്ളത് സിനിമ കണ്ടു കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒരു ദൃശ്യം ലെവലിലേക്ക് സിനിമ സഞ്ചരിക്കുന്നു എന്നുള്ളത് ഫസ്റ്റ് ഹാഫ് എൻഡിങ്ങോട് കൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഗംഭീരം ഗംഭീരം ഗംഭീരം. ഇതുപോലുള്ള ഒരു ലാലേട്ടനെ എത്ര നാളായിട്ട് ഫാൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ലെവലിലേക്ക് ലാലേട്ടൻ എത്തിയിരിക്കുന്നു. ആ ഒരു റേഞ്ചിലേക്ക് ലാലേട്ടൻ വീണ്ടും വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ ആദ്യ റിവ്യൂ കാര്യങ്ങളെല്ലാം പുറത്ത് വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു സമയം മുതൽ സോഷ്യൽ മീഡിയയിൽ ലാലേട്ടൻ കത്തിപ്പടരും. ലാലേട്ടൻ്റെ അഭിനയ മുഹൂർത്തം വീണ്ടും സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യും. അത്തരത്തിലുള്ള ഒരു സിനിമയായി തീരുമെന്ന് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കാം. സിനിമ ഫുൾ കണ്ടതിന് ശേഷം ഫുൾ റിവ്യൂ ആയിട്ട് വരാം. ഓക്കെ, ബൈ.